സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കല്യാൺ എന്ന് പറഞ്ഞിട്ടുള്ള കല്യാൺ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്രയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. നല്ല തിരക്കുണ്ട്. നമ്മൾ അമാൻ ലോഡ്ജിൻ്റെ അവിടെ നിന്ന് ഷെയർ ടാക്സിയിൽ നേരെ നേരാളിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഈ കാണുന്ന കല്യാൺ ജംഗ്ഷനിലേക്ക് വന്നു. താനലേക്കായിരുന്നു പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മൾ കല്യാൺ എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ട്രെയിൻ ലഭിക്കും എവിടത്തേക്ക്, നാസിക് റോഡിലേക്ക്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. ഇതെന്ന് പറഞ്ഞാൽ വമ്പിച്ച തിരക്കുള്ളൊരു സ്റ്റേഷനാണ്. 7ഓളം പ്ലാറ്റ്ഫോം ഉണ്ട്. ഭയങ്കര തിരക്കാണ്. റഷ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി റഷാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ അമാൻ ലോഡ്ജിൽ നിന്ന് നേരാളിലേക്ക് വരുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഒരു ചുരം റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരാൾക്ക് 100 രൂപയാണ് ഷെയർ ടാക്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വരുന്ന വഴിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിപ്പോൾ നേരാളിൽ നിന്ന് നേരെ ഇവിടെ എത്തി, കല്യാൺ ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് നാസിക് റോഡിലേക്ക് പോകണം. ഓക്കെ, ഈ നമ്മൾ ഇവിടുത്തെ മുംബൈയിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഇത്രയ്ക്ക് തിരക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ ഈ കാണുന്ന ലോക്കൽ ട്രെയിൻസ് ആണ്. ഇവിടെ ഈ ചെറിയ ഓട്ടത്തിന് വരെ ഇവരെല്ലാവരും ചൂസ് ചെയ്യുന്ന ഈ ലോക്കൽ ട്രെയിനാണ്. ചെറിയ 5 റുപ്യ മുതലുള്ള ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനാണ് മെയിനായിട്ട് സാധാരണക്കാർ എല്ലാ ആൾക്കാരും യാത്ര ചെയ്യുന്നത്. അതും ചില സമയത്ത് 1 മിനിറ്റിൻ്റെ ഗ്യാപ്പിലെല്ലാം വന്ന് ഇറങ്ങി കയറി പാനി പോകാം. അപ്പോൾ ചടപടേതായിട്ട് ചവിട്ടി കയറുന്നതെല്ലാം ഒരു കാഴ്ച തന്നെയാണല്ലോ. ഇതിപ്പോൾ കുറച്ച് നേരം നിർത്തി വെച്ചിട്ടുണ്ട്. സാധാരണ ചില അങ്ങനെ നിർത്തുന്നുമില്ല. 1 മിനിറ്റിൻ്റെ ഗ്യാപ്പിലെല്ലാം വണ്ടിയിൽ നിർത്തുന്നു, എടുക്കുന്നു, പായില്ല. ആൾക്കാരിൽ ഇറങ്ങി ഓടുന്നു, ചാടിക്കയറുന്നു. ഇതെല്ലാം അവസ്ഥ ഇവിടുത്തെ. അങ്ങനെ നമ്മളിപ്പോൾ നാസിക് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്രയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ കല്യാൺ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി കയറി നല്ല എന്താ പറയുക മഹാരാഷ്ട്രേൻ്റെ പച്ചപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഈ ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പോൾ അതിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നാസിക് റോഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനി ഇവിടുന്ന് ത്രയംബക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകണം. അതിൻ്റെ പരിപാടി നോക്കണം. ഇവിടെ ഷെയർ ടാക്സി ഒക്കെ കിട്ടുന്ന പറയുന്നുണ്ടായിരുന്നു. ഷെയർ ഓട്ടോ കിട്ടുമെന്ന്. അത് പോയി നോക്കാം, അന്വേഷിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ ഷെയർ ടാക്സി കിട്ടി കേട്ടോ. ഷെയർ ടാക്സി ഒരാൾക്ക് 100 റുപ്യൊക്കെ പറഞ്ഞു. ആദ്യം 700 റുപ്യ വന്നു ടോട്ടലി. എന്നിട്ട് ഒരാൾക്ക് 100 റുപ്യക്കുള്ള കണ്ടീഷനിലേക്ക് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടാക്സി. പിന്നെ ഇവിടുന്ന് ബസ്സുണ്ട്, ത്രിംബകേശ്വറിലേക്ക് ബസ്സും ഉണ്ട്. അതിന് 70 റുപ്യ ഒരാൾക്ക്. അതവിടെ വണ്ടി ഉണ്ട്. പിന്നെ നമ്മൾ റിസ്ക് എടുത്തിട്ടില്ല. വേറൊരു 3 പേരെ കൂടി കിട്ടിയിട്ടുണ്ട്. മലയാളികൾ തന്നെ 3 പേരുണ്ട്. അവർ കൂടുതൽ ഡീറ്റെയിൽസും ചോദിച്ചില്ല. നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ത്രിംബകേശ്വറിലേക്ക് പോകാം. തന്നെ കേട്ടോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാസിക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടൗണാണ്. അത് വലിയ കുറേ ആൾക്കാരും നല്ല തിരക്കൊക്കെ. അപ്പോൾ ചങ്ങായിമാർ നമ്മളിവിടെ വന്ന് ത്രിംബകേശ്വരിൽ റൂമൊക്കെ എടുത്ത് ഇപ്പോൾ രാത്രി നൈറ്റ് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നൈറ്റിലേക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. ഇതൊക്കെയാണുള്ള അടുത്ത പരിപാടി. ഈ പ്രശസ്തമായിട്ടുള്ള ത്രിംബകേശ്വർ ടെമ്പിളെല്ലാം ഈ ഒരു സൈഡിലേക്കാട്ടോ. നേരെ ഇങ്ങനെ മുമ്പിലേക്ക് പോകാറുണ്ട്. അത് ശരിക്കും ടെമ്പിളിൻ്റെ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് ഏരിയ പോലെ നമുക്ക് കാണാൻ പറ്റില്ല. റൂമിനൊക്കെ റേറ്റൊക്കെ കുറച്ച് കുറവാണ്. അങ്ങനെ വലിയ ചാർജൊന്നുമില്ല. നമുക്ക് ഡോർമെറ്ററി സെറ്റപ്പിലുള്ള സംഭവം കിട്ടിയത് അവിടെ. വലിയ അധികം എക്സ്പെൻസീവ് ഒന്നും ആയില്ല. അതുപോലെ തന്നെ ഫുഡിന് അങ്ങനെ വലിയൊരു എക്സ്പെൻസ് ഒന്നും കാണുന്നില്ല. വലിയ എക്സ്പെൻസീവായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ ആയിട്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതെങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടുത്തെ മാർക്കറ്റാണെന്ന് തോന്നുന്നുണ്ട്. അമ്പലത്തിനോട് അടുപ്പിച്ചുള്ള മാർക്കറ്റാണ്. കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു അമ്പലത്തിൻ്റെ മിഠായികളും കാര്യങ്ങളും പിന്നെ കുറേ എക്യുപ്മെൻറ്റ്സ് അവിടെല്ലാം ഉണ്ട്. ഇടാം ക്ലോസ് ചെയ്യേണ്ട സമയം തോന്നും. കിട്ടാൻ പോവാം. ഇതെല്ലാം നമ്മുടെ ഒപ്പമുള്ളത് മലപ്പുറം ടീംസ്. ഇവിടെ മിഠായി എന്തോ ഐറ്റംസ് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അഫ്സലിനല്ലേ പരിചയപ്പെട്ടില്ല. ബാക്കി രണ്ടാളാരല്ലോ ഷഹീറും ഷാനിഫും കേട്ടോ. കാരണം 3 പേര് നമ്മുടെ കൂടെ ഉണ്ട്. ഏത് ആ കവർ അതിനത്ര 50 റുപ്യ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കടയാടാ? നീ ശരിക്കും ഇതിന്റെ വേറെ ഔട്ട്ലെറ്റ് തുടങ്ങേണ്ട പ്ലാനായിട്ട് വന്നതാണോ? എല്ലാവരും ഹോൾസെയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനം നിങ്ങൾ 10 രൂപ കൊടുക്കുക. നിങ്ങളുടെ എത്ര കൊടുക്കുന്നു? റീറ്റെയിൽ ഇല്ല. ഫുള്ള് കച്ചവടം വേണ്ടി കിടത്തി.
എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ 10 രൂപ ഉള്ളൂ, ഞാൻ ഇടുന്ന് വാങ്ങൂല. അതാ അറിയാം. मुश्किल मुश्किल അതാ മുഷ്കിലേ. ഈ കൊടന്റെ അഭിപ്രായം എന്നാ? ഈ കൊട നമ്മളിപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചാണ്. കൊട 160 രൂപ നമ്മളോട് വാങ്ങിച്ചത്. അത് ഭയങ്കര ലാഭം. ഒരു കൊടക്ക് 160 രൂപ, 2 കൊട വാങ്ങി. ഇതാണ് കേട്ടോ ത്രിംബകേശ്വർ മന്ദിർ. ഇതാ ശ്രീ ത്രിംബകേശ്വർ മന്ദിർ, ഉത്തർ മഹാചാരണം. കുറച്ച് ഹിന്ദിയിൽ കുറച്ച് വീക്കായതുകൊണ്ട് ഫുള്ളായിട്ട് വായിക്കാൻ കഴിയില്ല. ത്രിംബകേശ്വർ മന്ദിർ ഇതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ക്ലോസ് ആയി തോന്നുന്നു. എല്ലാവരും പുറത്തേക്ക് വിടുകയാണ്, ആൾക്കാരും അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി എന്തെങ്കിലും കുറച്ച് സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അതല്ലേ സ്ട്രീറ്റ് ഫുഡ്. ഈ സംഭവം പേടയാണ് കേട്ടോ. നമ്മൾ സ്വീറ്റ് നേരത്തെ പറയില്ല, ആ സാധനം പേടയാണ്. വളരെ സ്പെഷ്യലാന്ന് തോന്നുന്നുണ്ട്. കുറച്ചിട്ട് വാങ്ങിച്ചു നോക്കാം. കുറച്ച് റെഡി ആടിയുണ്ടോ? അതിൻ്റെ സ്ട്രീറ്റ് ഫുഡ് റെഡിയുള്ള ഫുഡ് കഴിക്കാനായിട്ട് ആദ്യം ജുനൈദ് ഓർഡർ ചെയ്ത മസാല ദോശ വന്ന് നല്ല സാധനം, അടിപൊളി. നല്ല സാധനം അടിപൊളി സാധനം. ഇവർ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സമയവും നിങ്ങൾ നോക്കിയിരിക്കും കേട്ടോ. അവർ മറ്റേ സാധനം ഇഷ്ടമാണ്. ഈ സാധനത്തിൻ്റെ തന്നെ എന്താന്ന് പറഞ്ഞ പേര്? പനീർ പാലക്ക് വേടാ. ആ പാലക് പനീർ അറിയിച്ചിട്ട് പറയല. ഇത് പനീറിൻ്റെ വേറെ ഹണ്ടിയാ. ഹണ്ടി ഇതാ പനീർ ഹണ്ടി എന്ന് പറയുന്ന സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാലക് പനീർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ട്, അതെല്ലാം വരാണ്ട് പോകും കേട്ടോ. എടുത്തു വന്നിട്ടുള്ള സാധനം പാലക് പനീർ കേട്ടോ. മോശമില്ല സാധനം, സംഭവം ഓക്കെ. മസ്റ്റ് ട്രൈ ആണെന്ന് തോന്നുന്നത്.